നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രണ്ട് വാർത്തകൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മലയാള മനോരമ. രണ്ടും ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകളായിരുന്നു. ഒന്ന്, ഷാരോൺ വധം, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തൂക്കുകയർ. പ്രതിക്ക് പ്രായം കുറവെന്നും കുറ്റകൃത്യ പശ്ചാത്തലമില്ല എന്നുമുള്ള വാദങ്ങൾ തള്ളി. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്ക് 3 വർഷം തടവ്. കഷായത്തിൽ കളനാശിനി കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി കാമുകി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഷാരോൺ അർപ്പിച്ച സ്നേഹത്തിലും വിശ്വാസത്തിലും വഞ്ചന കാട്ടി ഗ്രീഷ്മ നടത്തിയ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമെന്ന് നിരീക്ഷിച്ചാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ ശിക്ഷാവിധി. അവസാന ദിവസങ്ങളിലെ ഷാരോണിന്റെ നരകയാതന പരാമർശിച്ച കോടതി, മനുഷ്യ ശരീരമുള്ള പൈശാചിക വ്യക്തിക്ക് മാത്രമേ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാനാകൂ എന്നും ചൂണ്ടിക്കാട്ടി. പ്രതി സമ്മർദ്ദമായി നടത്തിയ കുറ്റകൃത്യം തെളിയിച്ച പോലീസിനെയും പ്രോസിക്യൂഷനെയും കോടതി അഭിനന്ദിച്ചു. ചെറുപ്രായമാണ്, മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല, പഠിക്കാൻ ആഗ്രഹമുണ്ട് തുടങ്ങി പ്രതി ഉന്നയിച്ച വാദങ്ങൾ കോടതി തള്ളി. വിധി പ്രഖ്യാപിച്ചതിനു ശേഷം ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി. വിവിധ വകുപ്പുകളിലായി ഗ്രീഷ്മയ്ക്ക് 3.5 ലക്ഷം രൂപ പിഴ ചുമത്തി. തുക ഷാരോണിൻ്റെ മാതാപിതാക്കൾക്ക് നൽകണം. 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാരൻ നായർക്ക് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് 3 വർഷം തടവും 50,000 രൂപ പിഴയും വിധിച്ചു. ഇയാളെ ജാമ്യത്തിൽ വിട്ടു. മൂര്യങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ തൻ്റെ വീടായ പാറശാല ദേവിയോട് പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാരോൺ ഒക്ടോബർ 25 മരിച്ചു. മറ്റൊരാളുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നതിനാലാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചതെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. RG കർ വിധിയിൽ പ്രതിഷേധം, മരണം വരെ ജയിലിൽ എന്ന തലക്കെട്ടോടുകൂടി ഷാരോണിൻ്റെ വാർത്തയുടെ വലതു ഭാഗത്തായി അതേ പ്രാധാന്യത്തിൽ തന്നെ മലയാള വാർത്തയിൽ നൽകുന്നു. 17 ലക്ഷം നഷ്ടപരിഹാരം വേണ്ടെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം. RG കർ മെഡിക്കൽ കോളേജിലെ PG മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് കോടതി മരണം വരെ ജയിൽ ശിക്ഷ വിധിച്ചു. പ്രതിക്ക് 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ച സിയാൾഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് സർക്കാർ 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നിർദ്ദേശിച്ചു. വിധിയിൽ അസംതൃപ്തി വ്യക്തമാക്കിയ കുടുംബം നഷ്ടപരിഹാരം നിരസിച്ചു. പ്രതിക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു. കോടതിക്ക് പുറത്ത് ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെ വൻ പ്രതിഷേധവുമായി അണിനിരന്നു. ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുണ്ടാകുന്നതിന് വധശിക്ഷ അനിവാര്യമാണെന്ന് CBI വാദിച്ചിരുന്നു. പ്രതിക്ക് എന്തുകൊണ്ട് മാനസാന്തരത്തിന് അവകാശമില്ലേ എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ മറുവാദം. RG കർ മെഡിക്കൽ കോളേജിലെ കോൺഫറൻസ് റൂമിൽ ഉറങ്ങുകയായിരുന്ന 31-കാരിയായ മെഡിക്കൽ PG വിദ്യാർത്ഥിനിയെ പ്രതി സഞ്ജയ് റോയ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ. പോലീസ് സിവിക് വോളണ്ടിയറായിരുന്ന പ്രതിയെ സംഭവത്തിൻ്റെ പിറ്റേന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നായിരുന്നു മാതാപിതാക്കളുടെയും ഡോക്ടർമാരുടെയും വാദം. തൃണമൂൽ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നതോടെ കോടതി നിർദ്ദേശപ്രകാരം കേസ് CBI ഏറ്റെടുത്തെങ്കിലും സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്നായിരുന്നു അവരുടെയും കണ്ടെത്തൽ. ഈ രണ്ട് വാർത്തകളെയും താഴെയായി ട്രംപ് വീണ്ടും മാറ്റങ്ങളും എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് കുടിയേറ്റ നിയമ ഭേദഗതി, ജനനാവകാശ പൗരത്വം റദ്ദാക്കൽ, മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ എന്നിവയടക്കം ഒട്ടേറെ നയമാറ്റങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ചുമതലയേറ്റു. സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പ്രധാന പ്രഖ്യാപനങ്ങൾ: മെക്സിക്കൻ അതിർത്തിയിലൂടെയുള്ള കുടിയേറ്റം തടയാൻ അധികം സൈന്യത്തെ അയക്കും. US ജനിക്കുന്ന ആർക്കും സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്ന ജനാവകാശ പൗരത്വം ഒഴിവാക്കും. അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നത് അവസാനിപ്പിക്കുന്നതടക്കം കുടിയേറ്റ ചട്ടങ്ങൾ സമൂല ഭേദഗതി. US ഇനി ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗമില്ല, ആണും പെണ്ണും മാത്രം എന്നടക്കമുള്ള ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ട്രംപ് കൊണ്ടുവരുന്നത്. നാളത്തെ സമരത്തിന് ഡയസ് നോൺ. കോൺഗ്രസ് CPM അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ നടത്തുന്ന സമരത്തിന് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ജോലിക്ക് ഹാജരാകാത്തവരുടെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ കുറയ്ക്കും. അനധികൃത അവധികളും ഡയസ് നോണിൽ ഉൾപ്പെടുത്തും.
കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 15 സർവീസ് സംഘടനകളും CPIയുടെ ആഭിമുഖ്യത്തിലുള്ള ജോയിന്റ് കൗൺസിലർമാരുമാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡയസ്നോണിനെ തള്ളിക്കളയുകയാണെന്നും സംഘടനകളുടെ ഭാരവാഹികൾ അറിയിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. അതിൽ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസിന് ജയിക്കാവുന്ന 63 സീറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് VD സതീശൻ. കണക്ക് ശരിയാകുന്നില്ലല്ലോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ പ്രണയവഞ്ചനയ്ക്ക് വധശിക്ഷ എന്ന തലക്കെട്ടോടുകൂടി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദീപിക. ആ വാർത്തയുടെ വലതുഭാഗത്തായി സുവർണയുഗം പ്രഖ്യാപിച്ച് ട്രംപ് എന്ന തലക്കെട്ടോടുകൂടി ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള ചില പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദീപിക വലതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ബലാത്സംഗ കൊല സഞ്ജീവ് റോയ്ക്ക് മരണം വരെ തടവ്. കൊൽക്കത്ത RG ആശുപത്രിയിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് എന്നുള്ള വാർത്തയ്ക്ക് പ്രധാന വാർത്തയുടെ താഴെയായി അതേ പ്രാധാന്യത്തോട് നൽകുന്നുണ്ട് ദീപിക. 2 ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ചെറു പ്രാധാന്യം നൽകി ആദ്യ പേജിൽ വലതുഭാഗത്തായി നൽകുന്നുണ്ട് ദീപിക. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഏറ്റവും ആദ്യം നൽകുന്ന വാർത്ത ട്രംപ് പവർ എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ചിത്രം വലതുഭാഗത്തായി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് എന്നുള്ള വാർത്തയും ഒപ്പം കൊടുക്കുന്നു, ചിത്രവുമുണ്ട്. കൊലച്ചതിക്ക് തൂക്കുകയർ. ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന തലക്കെട്ടോടുകൂടി ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകി ആദ്യ പേജിന്റെ നടുഭാഗത്തായി മാധ്യമം നൽകുന്നുണ്ട്. നെഞ്ചുന്നുരിയെന്ന തലക്കെട്ടോടുകൂടി ഷാരോന്റെ അമ്മ പൊട്ടിക്കരയുന്ന ചിത്രം. ഷാരോന്റെ മാതാപിതാക്കളായ പ്രിയ, ജയരാജ്, മുത്തശ്ശി ഡോളി എന്നിവർ പൊട്ടിക്കരയുന്ന ചിത്രമാണ് അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. ഗ്രീഷ്മയുടെ ചിത്രവും നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. RG-കർ ബലാത്സംഗ കൊല പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം തലക്കെട്ടോടുകൂടി ബലാത്സംഗ കൊലക്കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ലഭിച്ച വാർത്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടി വലതുഭാഗത്ത് പ്രാധാന്യം നൽകുന്നുണ്ട്. ഏപ്രിൽ മുതൽ റേഷനും സെസ് നീല വെള്ള കാർഡുകളിൽ നിന്നും പ്രതിമാസം ₹1 വീതം പിരിക്കും. മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷൻ പ്രതിമാസം ₹1 സെസ് പിരിക്കാൻ ധനവകുപ്പിൻ്റെ പച്ചക്കൊടി. റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ₹1 ഈടാക്കുക. ആമോദക്കണ്ണീർ എന്ന തലക്കെട്ടോടുകൂടി ഗസയിലെ 600 ട്രക്കുകളിൽ സഹായമെത്തി. റഫേൽ 97 മൃതദേഹ അവശിഷ്ടങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഇസ്രായേൽ തടവറയിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ മോചിതനായ ഫലസ്തീനിലെ റാമല്ലയിലെത്തിയ മകനെ ആശ്ലേഷിക്കുന്ന മാതാവ്. വലിയ രീതിയിലാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മാധ്യമം. നിർമ്മതബുദ്ധൻ എന്ന തലക്കെട്ടോടുകൂടി ഗോമൂത്രം ഔഷധം, തൻ്റെ പിതാവിൻ്റെ പനി 15 മിനിറ്റിനകം മാറിയെന്ന മദ്രാസ് IIT ഡയറക്ടർ. ഇനി കുടിപ്പിക്കരുതേ, പനി മാറിയേ എന്ന് പറഞ്ഞ് അച്ഛൻ ആനന്ദാശ്രു പൊഴിച്ചത് ഞാൻ ഓർക്കുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ഇന്നലെ വിധി വന്ന 2 വാർത്തകൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകി. മരണം വരെ ശിക്ഷ എന്ന ഒറ്റ തലക്കെട്ടിലൂടെയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഷാരോൺ വധം, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, സഞ്ജയ് റോയ് ശിഷ്ടകാലം ജയിൽ ജീവിതം എന്നുള്ളതാണ് 2 വാർത്തയുടെയും ഓരോ തലക്കെട്ടുകളായി നൽകിയിട്ടുള്ളത്. ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വകുപ്പുകൾ IPC 364, IPC 328, IPC 301, IPC 203. സഞ്ജയ്ക്ക് BNS 64, 66, BNS 103(1) എന്ന വകുപ്പുകളടക്കം എല്ലാം വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. വധശിക്ഷ ആശ്വാസമായണേന്ന് മമതാ ബാനർജി. അപൂർവങ്ങളിൽ അപൂർവം എന്ന ജഡ്ജി വിധിച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. നന്ദി എന്ന തലക്കെട്ടോടുകൂടി ഷാരോന്റെ സഹോദരൻ ഷീമോൻ രാജ്, അമ്മ പ്രിയ, അച്ഛൻ ജയരാജ് എന്നിവരുടെ ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. നൽകും 2 മാസത്തെ ക്ഷേമ പെൻഷൻ എന്ന തലക്കെട്ടോടുകൂടി കുടിശ്ശിക ഉൾപ്പെടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് അനുവദിച്ച ധനവകുപ്പ് എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നു. ട്രംപ് റിട്ടേൺസ് എന്ന തലക്കെട്ടോടുകൂടി ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചിത്രം നൽകുന്നുണ്ട് മാതൃഭൂമി. ഉൾപേജിൽ കൂടുതൽ വാർത്തകളും. ശ്രീലതയ്ക്ക് ഉദിക്കാമല ദേവസ്വത്തിൻ്റെ കാരുണ്യം. കടക്കണിയിൽപ്പെട്ട വിൽക്കേണ്ടി വന്ന വീടും സ്ഥലവും തിരികെ വാങ്ങി നൽകി ഇരുവന്നല്ലൂരിൽ ഉദിക്കാമല ദേവസ്വം. ഇരുവന്നല്ലൂർ തെക്കേക്കര ആശാരിപ്പറമ്പിൽ ശ്രീലതയ്ക്കും കുടുംബത്തിനുമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ വീട് വീണ്ടും സ്വന്തമായത്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കും ട്രംപ്. ചികിത്സാബഹിഷ്കരണം ഏർപ്പെടുത്തിയാലോ എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകുന്നത്. ദേശാഭിമാനിയിൽ നിന്ന് വധശിക്ഷ, ഗ്രീഷ്മ കൊടും ക്രിമിനൽ എന്ന കോടതി. മരണം വരെ അകത്ത് എന്ന തലക്കെട്ടോടുകൂടി RG-കർ ബലാത്സംഗ കേസിലെ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ. ബംഗാൾ സർക്കാരിൻ്റെ നഷ്ടപരിഹാരം സ്വീകരിക്കില്ലെന്ന കുടുംബം. 2 ലക്ഷം രൂപ പിഴ.
എന്നുള്ളതാണ് ആ വാർത്തയുടെ ഇരു വാർത്തകളും ഒരേ പ്രാധാന്യം നൽകുന്നു. ട്രംപിസം എന്ന തലക്കെട്ടോടുകൂടി ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റതും അദ്ദേഹത്തിൻ്റെ ചില നയമാറ്റങ്ങളും നയപ്രഖ്യാപനങ്ങളൊക്കെ ദേശാഭിമാനി ആദ്യ പേജിൻ്റെ നടുഭാഗത്തായി നൽകിയിട്ടുണ്ട്. 62 ലക്ഷം പേർക്ക് 32,000 രൂപ വീതം ക്ഷേമ പെൻഷൻ 2 ഗഡു ഈ ആഴ്ച മുതൽ നൽകും എന്നുള്ള വാർത്ത. അവർ മടങ്ങി ശവപ്പറമ്പിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുകൂടി എല്ലാവരും തിരികെ വരുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. NM വിജയൻ്റെയും മകൻ്റെയും മരണം ചോദ്യമുനയിൽ ND അപ്പച്ചൻ എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്ത. വയനാട് DC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ പ്രതികളായ DC പ്രസിഡന്റ് ND അപ്പച്ചനെയും മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ദേശാഭിമാനി ആദ്യ പേജിൽ താഴെയായി ജന്മഭൂമിയിൽ പ്രകോപനമില്ലാതെ കൊലപാതകം, ഗ്രീഷ്മയ്ക്ക് കൊലക്കയറെന്ന തലക്കെട്ടോടുള്ള വാർത്തയ്ക്ക് ഗ്രീഷ്മയുടെ വാർത്തയ്ക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. അതിനോടൊപ്പം RG കർ കൊലപാതകം, പ്രതിക്ക് മരണം വരെ തടവ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. ട്രംപ് US പ്രസിഡന്റായി ചുമതലയേറ്റു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നടുഭാഗത്തായി നൽകുന്നു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയുടെ ചിത്രവും ഇടതുഭാഗത്തായി നൽകുന്നുണ്ട്. ബ്രൂവറിക്ക് മലമ്പുഴ വെള്ളം നൽകുന്നത് ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. മദ്യക്കമ്പനിക്ക് അനുമതി നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് BJP പുതുച്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രവും ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. PR ശ്രീജേഷിൻ്റെ അമ്മയുൾപ്പെടെ 6 പേർക്ക് ആദരം. കായിക താരങ്ങൾ അഭിമാനത്തിൻ്റെ പതാകവാഹകർ ദത്താത്രേയ അസ്വാള എന്ന തലക്കെട്ടോടുകൂടി ക്രീഡാഭാരതിയുടെ ജിജാബായ് സമാൻ ഭാരത് ഹോക്കി ടീം മുൻ നായകൻ PR ശ്രീജേഷിൻ്റെ അമ്മ ഉഷാകുമാരിക്ക് RSS സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബാളെ സമ്മാനിക്കുന്നു എന്ന വാർത്ത ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കഷായക്കൊലയ്ക്ക് തൂക്കുകയറുന്ന തലക്കെട്ടോടുകൂടിയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. അതിന് തൊട്ടു താഴെയായി പീഡനക്കൊലയ്ക്ക് മരണം വരെ തടവറ എന്ന തലക്കെട്ടോടുകൂടി സഞ്ജയ് റോയ് എന്ന പീഡകൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു കേരള കൗമുദി. ബംഗ്ലാദേശുകാരെ ഇന്ത്യക്കാരാക്കും റാക്കറ്റുകൾ സജീവം എന്ന വാർത്ത. അതായത് വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ വഴി നുഴഞ്ഞു കയറിയ 1000-ലധികം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ട്. പശ്ചിമ ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ സജീവമായ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടുകയാണ്. പ്രത്യേക പാക്കേജുകൾ ഒരുക്കിയ ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് പ്രവർത്തനം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സർക്കാരിനെതിരെ ജനവികാരം ശക്തം, UDFന് പിന്തുണയേറുന്നു എന്ന് KPCC, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്ന് വളമാകുമെന്ന തലക്കെട്ടാണ് ആ കാർട്ടൂണിനുള്ളത്. നാളത്തെ പണിമുടക്കലിനെ നേരിടാൻ ഡയസ്നോൺ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകുന്നുണ്ട് കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ. 2ാം ഊഴം തുടങ്ങി ട്രംപ് എന്ന തലക്കെട്ടോടുകൂടി പ്രധാന വാർത്തയായി കേരള കൗമുദി ആദ്യ പേജിൻ്റെ ഇടതുഭാഗത്തായി ചിത്രത്തോടുകൂടി വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചിത്രമാണ് അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കടുത്ത പ്രഖ്യാപനങ്ങൾ ഓരോന്നും എടുത്തു പറയുന്നുണ്ട് കേരള കൗമുദി. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.